ഹെല്ലോ ഡ്യൂഡ്സ് ആൻഡ് ഡ്യൂഡറ്റ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓണമൊക്കെ ആയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൂരജിന് റൈസ് അട 500 ഗ്രാംസിൻ്റെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ പകുതി ഞങ്ങൾ ഇട്ടുള്ളൂ. നല്ല തിളച്ച വെള്ളത്തിലേട്ടേക്ക് ഈ അട ഇടുക. അട ഒരു 4-5 മിനിറ്റ് വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് അടച്ചിട്ട് കണ്ടോ, കൈ കൊണ്ട് തിരുമുമ്പോൾ മുക്കാൽ ഭാഗം വെന്തിരിക്കണം, ഇരുമുമ്പോൾ കൈ കിട്ടണം. അത് കഴിഞ്ഞിട്ട് കണ്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടച്ച് വയ്ക്കുക. തീയൊക്കെ അണച്ചിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതെന്തിനാണ്, നമുക്ക് 1-ാം പാലും 2-ാം പാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 1.5 മുറി തേങ്ങ. അപ്പോൾ നല്ല കുറുകി അങ്ങ് കിട്ടും. പിന്നെ ശർക്കര 2 ഉണ്ട. ശർക്കര പാനിയാക്കലൊക്കെ എൻ്റെ ജോബായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉമ്മി വേറൊരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ എപ്പോഴും അതെ പണിയൊക്കെ ഷെയർ ചെയ്താൽ ചെയ്യും. ഒരാൾ മാത്രം നിന്ന് അടുക്കളയിൽ ചെയ്യുമ്പോൾ ഒരു രസമില്ലെന്നേ. നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴേ രസം. അത് കഴിഞ്ഞ് ശർക്കരപ്പാനി ഞാൻ അരിച്ച് ട്രിപ്പായിട്ട് അങ്ങോട്ട് ഒഴിക്കുവാണ്. അരിപ്പയും കൊണ്ട് ഒറ്റയടിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം പതുക്കെ ഒഴിച്ചു. പിന്നെ ഇനി ഇതേ ശർക്കരപ്പാനിയിലേക്ക് ഒരു കൂട്ടളം എടുത്തിട്ടുണ്ടല്ലോ, ആ കൂട്ടളത്തിനകത്തോട്ടേക്ക് ആ ശർക്കരപ്പാനിയും പിന്നെ ആ അടയും ഇങ്ങനെ നമ്മൾ ഇളക്കുക. അപ്പോൾ ഇപ്പോൾ അടയും ശർക്കരപ്പാനിയും വെവ്വേറെ കളറിലല്ലേ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ ഒരേ ബ്രൗൺ കളറാവും അടയും ശർക്കരപ്പാനിയും കൂടി. അപ്പോഴാണ് നമ്മളിപ്പോൾ 2-ാം പാൽ ഒഴിക്കുക. 2-ാം പാലാണ് ആദ്യം ഒഴിക്കുക, 1-ാം പാൽ രണ്ടാമത് ഒഴിക്കുക. എന്താല്ലേ, എനിക്ക് തന്നെ കൺഫ്യൂഷനായിരുന്നു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് നല്ല പൊളപൊളാന്ന് അങ്ങോട്ട് നല്ല തിളാന്ന് തിളച്ചിട്ട് എനിക്ക് മണം രക്ഷയില്ല. ഞാനത് തിളക്കുമ്പോൾ തൊട്ട് മണം വന്നിട്ട് കൊതിയിട്ട് ഒരു ലെവലാക്കി കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 1-ാം പാലും ഒഴിച്ചു. എല്ലാം സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. തീ അണച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുഞ്ഞ് തവ പോലത്തെ എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് നെയ്യിനകത്തോട്ടേക്ക് നമ്മുടെ കശുവണ്ടിയും നമ്മുടെ മുന്തിരിയും നല്ല വീട്ടിലുണ്ടാക്കിയ നെയ്യിൽ അതങ്ങ് വറുത്ത് അത് പായസത്തിനകത്തോട്ടേക്ക് ഇട്ട് നമ്മൾ നല്ലൊരു ഇളക്കൊക്കെ ഇളക്കിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കാര്യം ഞങ്ങൾ രണ്ടാമത് അതായത് 1-ാം പാല് രണ്ടാമതാണല്ലോ ഒഴിക്കുന്നത്. അതൊഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ തീ അണച്ചിട്ടോ. കാര്യം ബാക്കി ചൂട് നമ്മുടെ ഈ കുട്ടളത്തിൻ്റെ ചൂടിലിരുന്ന് അത് റെഡി ആയിക്കോളും. അല്ലെങ്കിൽ അവസാനം വരെ നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പായസം അടിയും പിടിക്കും. പായസത്തിൻ്റെ ഓവറായിട്ട് കുറുക്ക് വന്നു പോയി. ഇത് കണ്ടോ, നല്ല മണം, എന്ത് വാസനയായിരുന്നറിയാം. ആ നെയ്യിലത് അങ്ങ് വറുത്തെടുത്തിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ യൂസ് ചെയ്തത് ബ്രോക്കൺ കാഷ്യൂനട്ട്സ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. അതെപ്പോഴും വീട്ടിലുണ്ടാവാറുണ്ട്. പിന്നെ അത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് അതങ്ങ് പകർത്തിയിട്ട് ഞാനങ്ങ് കുടിച്ച് നോക്കി. എൻ്റെ പൊന്നോ, സ്വർഗ്ഗ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.